5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമസ്കാരം. കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെയും അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ഞാൻ 1-2 വീഡിയോസ് ചെയ്തിരുന്നു. അപ്പോഴാണ് എനിക്ക് വീണ്ടും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ നേതാക്കളും അണികളുമായിട്ടുള്ളവർ വീണ്ടും കൂടുതൽ വിവരങ്ങൾ എനിക്ക് എത്തിച്ചു തരുന്നത്. ഇപ്പോൾ എത്തിച്ചിരിക്കുന്ന ഒരു വിവരം, അല്ലെങ്കിൽ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം, UDFിലേക്ക് പോകുന്നതിൽ 2 അഭിപ്രായമുണ്ട്, ശക്തമായ 2 അഭിപ്രായമുണ്ട് എന്നുള്ളതാണ്. കേരള കോൺഗ്രസിനകത്ത് തന്നെ വളരെ ശക്തമായ 2 അഭിപ്രായം, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ, പാല, തൊടുപുഴ, കടുത്തുരുത്തി പ്രദേശത്തെ ആളുകൾ വളരെ ശക്തമായി എതിർക്കുകയാണ്. UDFിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം അവരുടെ പ്രദേശത്തിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പാല പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ ജോസ് കെ മാണിക്ക് സീറ്റ് കൊടുക്കണോ, മാണി സി കാപ്പന് കൊടുക്കണോ, അത്തരം ചില വിഷയങ്ങളുണ്ട്. കടുത്തുരുത്തിയിലേക്ക് ഇതിങ്ങനെ ഒരു ഒത്തുതീർപ്പ് എന്നുള്ള കടുത്തുരുത്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മോൻസ് ജോസഫിൻ്റെ കാര്യമുണ്ട്. മോൻസ് ജോസഫ് കടുത്തുരുത്തിയിൽ നിന്ന് മാറി ഏറ്റുമാനൂരിലേക്ക് പോയാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. കാരണം കടുത്തുരുത്തി സ്വന്തം കുഞ്ഞിനെ പോലെ കൊണ്ടുപോകുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട്. അതേസമയം ബാക്കി ജില്ലകൾക്ക് പുറത്തുള്ള, കോട്ടയം ജില്ലയ്ക്ക് പുറത്തുള്ള പല പ്രദേശത്തുള്ള ആളുകളും പറയുന്നത് UDFിലേക്ക് പോകണമെന്നാണ്. അണികളിൽ കർഷകരായിട്ടുള്ള ആളുകൾ പറയുന്നത് തീർച്ചയായിട്ടും UDFിലേക്ക് പോകണം എന്നുള്ളതാണ്. കാരണം പല കർഷക ദ്രോഹ പ്രവർത്തനങ്ങളും. എന്നാൽ അതിലൊരു വിഭാഗം ആളുകൾ BJPയിലേക്ക് പോയാൽ കൊള്ളാമെന്നുള്ള അഭിപ്രായവും പറയുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൊണ്ട് റബ്ബറിൻ്റെ ഷീറ്റിൻ്റെ വില കൂട്ടിക്കുന്നതായാലും, അതുപോലെ തന്നെ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതായാലും, വന്യജീവികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരു ശാശ്വത പരിഹാരമായാലും, പട്ടയം കിട്ടുന്നതുമായി കാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായാലും, പട്ടയം കൊടുക്കേണ്ട സംസ്ഥാന സർക്കാരാണെങ്കിലും കേന്ദ്ര നിയമങ്ങളെ കൂടി സ്വാധീനിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും BJPയിലേക്ക് പോയാൽ കൊള്ളാം എന്നൊരു വാദവും അതിനകത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ 3 വിഭാഗമായിട്ട് അതിനകത്ത് ചർച്ച നടക്കുന്നത് കൊണ്ട് തന്നെ ജോസ് കെ മാണിക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, നമുക്ക് അതിൻ്റെ ട്രെൻഡ് അനുസരിച്ച് ചെയ്യാം. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുകയാണെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ വരാൻ പോകുന്ന UDF ആണ് എന്നുള്ളൊരു ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ ബാക്കി ചർച്ചകളെല്ലാം താഴേക്ക് പോകും. അങ്ങനെ ആ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് അവിടെ കേരള കോൺഗ്രസിൻ്റെ മാണി ഗ്രൂപ്പ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു അവർ പിള്ളേരും അങ്ങനെ അർത്ഥത്തിലല്ല പറഞ്ഞു, ഒരു ആശയ സംവാദം അതിനകത്ത് നടക്കുന്നുണ്ട്. UDFിലേക്ക് പോകണം എന്നൊരു വിഭാഗക്കാർ, പോകണ്ട എന്നൊരു വിഭാഗക്കാർ, BJPയിലേക്ക് പോയാൽ കൊള്ളാം എന്ന് പറയുന്ന മറ്റൊരു വിഭാഗക്കാർ. ഇതെല്ലാം പ്രശ്നാധിഷ്ഠിതമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വളരെ വ്യത്യസ്തമായ ചർച്ചകളാണ് കോട്ടയം, ഇടുക്കി ജില്ലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ജോസഫ് സാറിൻ്റെ കേരള കോൺഗ്രസുമായിട്ടുള്ള ചർച്ചകളുണ്ട്, അനൂപ് ജേക്കബുമായിട്ടുള്ള ചർച്ചകളുണ്ട്. അതൊക്കെ അനൗപചാരികമായ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ ഔപചാരികമായ ചർച്ചകളൊന്നുമില്ല, പക്ഷേ അനൗപചാരികമായ കൂടിച്ചേരലുകളും മറ്റ് ചർച്ചകളും ഒക്കെ നടക്കുന്നു. ഇതിനിടയിൽ പല ബിഷപ്പുമാരും മതമേല അധ്യക്ഷന്മാരും ഒക്കെ അവർ നന്മയുടെ ഭാഗമായിട്ടാണ് എല്ലാവരും ഒന്നിച്ചൊക്കെ പോകുന്നത് നല്ലതാണെന്നുള്ള ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ അടുത്ത 1-2 വർഷം, പ്രത്യേകിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരള കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി വലിയ ചർച്ചകൾ നടക്കാൻ സാധ്യതയുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി ചില ശ്രമങ്ങൾ നടത്തുന്നതായി പറയുന്നു, ഈ ജോസ് കെ മാണിയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ, UDFിൽ കൊണ്ടുവരാൻ. കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് അടുത്ത തെരഞ്ഞെടുപ്പ്. ഈ അടുത്ത തെരഞ്ഞെടുപ്പ് കൂടി തോറ്റുപോയാൽ പിന്നെ ഈ പറഞ്ഞ പോലെ 2 തെരഞ്ഞെടുപ്പിൽ ഭരണമില്ല, 3ാമതൊരു തെരഞ്ഞെടുപ്പ് കൂടി കിട്ടാതായാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലീഗ് ഇതിനകത്ത് നല്ലൊരു മുൻകൈ എടുക്കുന്നുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി ഇതിനകത്ത് വലിയൊരു മുൻകൈ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില നേതാക്കളും, CP ജോണിനെ പോലുള്ള നേതാക്കൾ, മറ്റ് നേതാക്കളുമൊക്കെ വലിയ തോതിലാണ് ഇതിനകത്ത് കേരള കോൺഗ്രസുകളെ ഒന്നിപ്പിക്കാനും അല്ലെങ്കിൽ അവരെ ഒറ്റ ചേരിയിൽ ഒരു ശാക്തിക ചേരിയായി നിൽക്കാൻ ശ്രമിക്കുന്നത്. അപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ മാണി ഗ്രൂപ്പിനകത്ത് ചെറിയ ആശയക്കുഴപ്പം തുടങ്ങിയിട്ടുണ്ട്. UDFിൽ പോകണോ, UDFിൽ നിൽക്കണോ, അല്ലെങ്കിൽ LDFിൽ നിൽക്കണോ, അതോ നമുക്ക് എന്താ ചെയ്യുക എന്നുള്ളതിന് അതോ പ്രശ്നാധിഷ്ഠിതമായ ഒരു നിലപാട് കൊടുക്കും. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത്, ഇപ്പോൾ UDFിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ ജോസ് കെ മാണിയുടെ MP സ്ഥാനം രാജിവെക്കേണ്ടി വരുമോ? അതെങ്ങനെ ഒരു ചോദ്യമുണ്ട്. സ്വാഭാവികമായിട്ട് രാജിവെക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അത് നഷ്ടപ്പെട്ടിട്ട് അടുത്ത സീറ്റും കൂടെ നഷ്ടപ്പെട്ടാൽ പിന്നെ എങ്ങനെയാണ് വരിക? ഇത്തരത്തിലുള്ള വളരെ ഗൗരവതരമായ ഒരുപാട് ചർച്ചകളുണ്ട്. പലപ്പോഴും ജോസ് കെ മാണിക്ക് വ്യക്തിപരമായി നഷ്ടമുണ്ടായ തെരഞ്ഞെടുപ്പാണ് LDFിലേക്ക് പോയത്. കാരണം അദ്ദേഹം പാലയിൽ തോറ്റതുകൊണ്ട് അദ്ദേഹത്തിന് മന്ത്രിയാവാൻ പറ്റിയില്ല. അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട റോഷി അഗസ്റ്റിന് ജലവകുപ്പാണ് കൊടുത്തതെങ്കിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ധനകാര്യ വകുപ്പോ, മാണി സാർ വഹിച്ചിരുന്ന ധനകാര്യ വകുപ്പോ, അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ചോദിക്കാൻ ജോസ് കെ മാണിക്ക് കഴിയുമായിരുന്നു. പക്ഷേ ജോസ് കെ മാണിക്ക് അത് ജയിക്കാത്തതുകൊണ്ട് അത് കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടെ ജോസ് കെ മാണി എവിടെയെങ്കിലും നിന്ന് തോറ്റാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ജോസ് കെ മാണിക്ക് സുരക്ഷിതമായ മണ്ഡലം കിട്ടണം. ജോസ് കെ മാണിക്ക് സുരക്ഷിതമായ മണ്ഡലം കൊടുക്കുമ്പോൾ അത് കടുത്തുരുത്തി കൊടുക്കുകയാണെങ്കിൽ കടുത്തുരുത്തിക്ക് മോൻസ് ജോസഫിന് സുരക്ഷിതമായ മണ്ഡലം കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ കടങ്ങുകയാണ്. ഇവിടെയാണ് നമ്മൾ ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രസക്തി മനസ്സിലാക്കുന്നത്. ഉമ്മൻചാണ്ടിയെ പോലെ ഒരു ഇത്തരം കാര്യങ്ങളിലെ ഒരു പൊളിറ്റിക്കൽ മാനേജറുടെ കുറവ് ഇന്ന് UDFിനുണ്ടോ എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത തർക്കവും വഴക്കം. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നെങ്കിൽ ഒരിക്കലും ആര്യാടൻ ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയാകില്ല നിലമ്പൂരിൽ.
അൻവർ ആയിരുന്നതിനെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ PV അൻവർ ആയിരുന്നതിനെ UDFന്റെ സ്ഥാനാർത്ഥി. ഒരുപക്ഷെ PV അൻവർ അടുത്ത മന്ത്രിസഭ വന്നാൽ മന്ത്രിയാക്കാമെന്നും പറയും. പക്ഷെ അങ്ങനെയൊക്കെ PV അൻവറിനെ കൂടെ നിർത്തി CPM-നെയും LDF-നെയും പ്രതിരോധിക്കുന്ന രാഷ്ട്രീയ ചാണക്യ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ആളാണ് നമ്മുടെ ഉമ്മൻചാണ്ടിയും അതുപോലെ കരുണാകരൻ തീർച്ചയായിട്ടും അൻവറിനെ കൊണ്ടുവന്നാൽ അൻവറിന് വലിയ സ്ഥാനം കൊടുത്തു തന്നെ പോകുമായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള രാഷ്ട്രീയ ചാണക്യ തന്ത്രങ്ങളൊന്നും സതീശന്റെയോ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അതിനിടയിലാണ് കേരള കോൺഗ്രസിനകത്തുള്ള ഈ കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ആശയ വ്യക്തതയില്ലായ്മ. കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ വേറെ അവർ തർക്കിക്കുന്നു, അവർ വഴക്കുണ്ടാക്കുന്നു, രണ്ട് ഗ്രൂപ്പ് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഒരു ആശയ വ്യക്തത കുറവാർക്കൊണ്ട് എന്തായാലും അവർ ചരൽക്കുന്നിൽ ചിലപ്പോൾ കൂടുമായിരിക്കും, അല്ലെങ്കിൽ കോട്ടയത്തൊക്കെ അവർ കൂടി അവർ തീരുമാനമെടുക്കും. നമ്മൾ എന്തായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരെ കാത്തിരിക്കുക. ജൂലൈ മാസത്തിൽ കേരള രാഷ്ട്രീയത്തിൽ പുതിയ ബോംബുകൾ പൊട്ടുമോ?